വടകരയിൽ CPIM കള്ളവോട്ടിന് നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയിൽ. മരിച്ചുപോയവരുടെയും വിദേശത്തുള്ളവരുടെയും പേരുകളിൽ കള്ളവോട്ടിന് ശ്രമം നടക്കുന്നുണ്ട്. പാനൂരിലെ സ്ഫോടനവും ഹർജിയിൽ കോൺഗ്രസ് പരാമർശിച്ചു. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യമേ. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, കള്ളവോട്ടിന് അവിടെ CPIM ശ്രമിക്കുന്നു എന്ന ആരോപണം മാത്രമാണോ? അതിനുള്ള തെളിവുകൾ ഈ ഹർജിക്കൊപ്പം ഉണ്ടോ? എന്താണ് കോൺഗ്രസിന്റെ ആശങ്ക? എപ്പോൾ ഹർജി പരിഗണിക്കും ഹൈക്കോടതി? വിജയകുമാർ, രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജി വന്നിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോടതിയിലേക്ക് എത്തുകയാണ് കോൺഗ്രസ്. അതായത് ഒന്ന് വടകര, രണ്ട് ആറ്റിങ്ങൽ, ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. വടകരയിൽ ഗുരുതരമായ ആക്ഷേപമാണ്. അതായത് പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർക്ക് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതിനാൽ അവിടെ എല്ലാ ബൂത്തുകളിലും കൃത്യമായ രീതിയിൽ എല്ലാ ബൂത്തുകളിലും ക്യാമറ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയെ വിന്യസിക്കണം. ഈ ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതിൽ ഈ വോട്ട് പട്ടികയടക്കം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈക്കോടതിയിലേക്ക്. അവർ പറയുന്നു, ഈ വിദേശത്തുള്ളവർ, മരിച്ചുപോയവർ എന്നിവരുടെയൊക്കെ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ഹാജരാക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ഇക്കാര്യം അറിയിച്ചെങ്കിലും പക്ഷേ അവർ പാർട്ടി കൂറുമൂലം അതിൽ ഇടപെടുന്നില്ല. ഇനി കോടതി മാത്രമാണ് ഏക ആശ്രയമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് ആറ്റിങ്ങലിൽ നിന്നാണ്. അടൂർ പ്രകാശിന് വേണ്ടി വർക്കല കഹാറാണ് കോടതിയിലേക്ക് എത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അവിടെ വോട്ട് ഇരട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പലതവണ ഇത് ചൂണ്ടിക്കാണിച്ചതാണ് ഈ വോട്ട് ഇരട്ടിപ്പ് നടന്നു എന്നുള്ളത്. ആ ഘട്ടത്തിൽ ചില നടപടികൾ എടുത്തു. പക്ഷെ ഇനിയും 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ടിപ്പുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. കോടതി ഇടപെടണം, ഇതാണ് ആവശ്യം. അങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ്. ശ്രീകാന്ത്, ഈ നേരത്തെ ആറ്റിങ്ങലിലെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും അത് പരിശോധിക്കുകയും ഏതാനും ചില വോട്ടുകൾ മാത്രമാണ് ഇരട്ടിച്ചത് എന്ന് കണ്ടെത്തുകയും അത് നീക്കം ചെയ്തുവെന്ന് വരണാധികാരി അറിയിക്കുകയും ചെയ്തത് റിപ്പോർട്ടുകളായി പുറത്തു വന്നിരുന്നതാണല്ലോ. ഇപ്പോൾ എന്താണ്, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നാണോ അടൂർ പ്രകാശിന്റെ ആരോപണം? തീർച്ചയായും അതാണ്. അതായത് നേരത്തെ ഇത്തരത്തിൽ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ആ ഘട്ടത്തിൽ ചെറിയ പരിശോധനകൾ മാത്രം നടത്തി ഒഴിവാക്കുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ഇരട്ടിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ ഇടപെടൽ ഇല്ലാത്ത പക്ഷം അത് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെടും എന്ന് ഭയക്കുന്നതായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് കോടതി ആ കേസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, അപ്പോൾ ഈ രണ്ട് ഹർജികളും അടിയന്തരമായി പരിഗണിക്കണം എന്നതായിരിക്കുമല്ലോ ആവശ്യം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രചാരണമൊക്കെ എത്തുന്നു, ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ അടിയന്തര ഇടപെടൽ ഈ രണ്ട് ഹർജികളിലും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? ഒരു സംശയവും വേണ്ട, അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം ഇതിപ്പോൾ അവധിക്കാല ബെഞ്ചാണ്. ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ കോടതി കൂടുന്നത് വെള്ളിയാഴ്ച മാത്രമാണ്. അതിനാൽ ഒരു അടിയന്തര ഇടപെടൽ കോടതിയിൽ നിന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇനി അധികം ദിവസങ്ങൾ പോലുമില്ല ഈ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം. യെസ്, ആറ്റിങ്ങൽ, വടകര മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്, കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രണ്ടിടത്തും, ഒരിടത്ത് വടകരയിൽ കള്ളവോട്ടിന് ശ്രമിക്കുന്നു, അവിടെ പാനൂരിലെ സ്ഫോടനമടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആറ്റിങ്ങലിൽ വോട്ട് ഇരട്ടിപ്പ് ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രണ്ട് ഹർജികളും ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കും. ഇന്ന് തന്നെ വാദം നടന്നേക്കുമെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്.